കേൾക്കുന്നുണ്ടോന്ന് പറയണേ. കാണുകയൊക്കെ. നമസ്കാരം. കവിത എവിടെ ആഘോഷം. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ പി എൻ രാജേഷ്കുമാർ. ആലാപനം അയന ജോസ്. വെയിൽ കാട പക്ഷിയായി ഞാനീ മാമര പൊത്തിലിരുന്നു മരവിക്കുമോ. വെയിൽ കാട പക്ഷിയായി ഞാനീ മാമര പൊത്തിലിരുന്നു മരവിക്കുമോ. എവിടെന്റെ ആകാശം, എവിടെന്റെ സൂര്യൻ, എവിടെ പോയി മറഞ്ഞെന്റെ ഉറ്റതോഴൻ. എവിടെന്റെ ആകാശം, എവിടെന്റെ സൂര്യൻ, എവിടെ പോയി മറഞ്ഞെന്റെ ഉറ്റതോഴൻ. ചിറകുകൾ വിങ്ങുന്നു, കാലുകൾ വയ്ക്കുന്നു, കൊക്കിനുള്ളിൽ കൂവൽ കുറുകിടുന്നു. ഒരു തരി വെട്ടം കാണാതെ ഇന്നെന്റെ കണ്ണീരിരുൾ കൂട്ടിടുന്നു. കയ്യിലിരിക്കും വലയിൽ കുരുങ്ങി ഞാൻ, അയ്യോ ഈ ലോകം ചെറുതായതോ. കാണണം കേൾക്കണം ദാഹമകറ്റണം, പുഴയുടെ മുകളിൽ പറന്നിടണം. പറക്കാൻ മറന്നു ഞാൻ പാടാനുമാവില്ല, പാടാമരങ്ങളും കാൺമതില്ല. പാടങ്ങളൊക്കെ ഇന്നു ചൊല്ലും ഇനി പുത്തനുടുപ്പെനിക്കിന്നു കിട്ടും. പാടങ്ങളൊക്കെ ഇന്നു ചൊല്ലും ഇനി പുത്തനുടുപ്പെനിക്കിന്നു കിട്ടും. കാട പക്ഷിയാ ഞാനീ മാമര പൊത്തിലിരുന്നു മരവിക്കുമോ. എവിടെന്റെ ആകാശം, എവിടെന്റെ സൂര്യൻ, എവിടെ പോയി മറഞ്ഞെന്റെ ഉറ്റതോഴൻ. നമസ്കാരം. ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാൻ രഹനയെ ക്ഷണിക്കുന്നു. Today, we are celebrating National Reading Day to honor of the father of library movement in Kerala, the late C.N. Panikkar. That anniversary falls on 19th June, so 19th June is marked as the day of reading. It is my privilege today, being Reading Day, to address all of you about the importance of reading. Reading is important because it is a habit that can make us a new metal that most of them become great because in reading Reading is as the exercise for mind. I saw one of us with the habit of reading. രഹനയുടെ സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. സാരല്ല, എന്നാലും ഏകദേശം ഐഡിയ കിട്ടി. നമ്മുടെ സ്കൂളിന് നാഷണൽ സർവീസ് സ്കീം അനുവദിച്ച് കിട്ടിയപ്പോൾ ആദ്യമായി അതിന് ചുക്കാൻ പിടിച്ച ഇന്നും NSSന്റെ ഒപ്പം അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസറായി എല്ലാ പിന്തുണയും നൽകി മാതൃകയായി കൂടെയുള്ള ഞങ്ങളുടെ ഗാന്ധിയൻ സ്റ്റഡീസ് സർ പ്രഭാത് സർ ആശംസകൾ നൽകുന്നതിനായി പ്രഭാത് സാറിനെ സ്വാഗതം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തില് മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കുന്ന ജോൺസൺ ടീച്ചർ, അതുപോലെ തന്നെ ഹരിനാരായണൻ സാർ, ആശംസകൾ നേർന്ന ഹരിനാരായണൻ സാർ, നമ്മുടെ വേണുമാഷ്, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സൗമ്യ ടീച്ചർ, മറ്റ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന അധ്യാപകര്, ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികള്, രക്ഷിതാക്കള്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വായനാ ദിനത്തില് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് വളരെ സൗകര്യപ്രദമാണ്. പക്ഷെ ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കുട്ടികളെ, ഞാൻ പറയുകയാണെങ്കിൽ, ഓൺലൈൻ വായനയോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വായനശാലകളിലേക്ക് ചെന്ന് അംഗത്വം എടുത്തുകൊണ്ട് അവിടെ നേരിട്ട് ചെന്നുള്ള ഒരു വായനയും, അതോടൊപ്പം തന്നെ
ആ വായനയിലൂടെ നമുക്കൊരു സാമൂഹ്യ പ്രവർത്തനം കൂടി സാധിക്കും. അങ്ങനെ ഓൺലൈൻ എന്നതിനപ്പുറത്തേക്ക് ഓഫ്ലൈനിൽ മനുഷ്യരുമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ വായനാ ദിനങ്ങളെയും എല്ലാ ദിനങ്ങളെയും മാറ്റേണ്ടതുണ്ട്. എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കുക, എന്നിട്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക, ബാക്കി നമ്മൾ മറക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇന്നത് വായിക്കണം എന്നൊന്നുമില്ല, എന്തും കിട്ടുന്നത് വായിക്കുക, അതിൽ നിന്ന് നന്മയുടെ അംശങ്ങൾ നമ്മൾ സ്വീകരിക്കുക, ബാക്കിയുള്ളതിനെ നമ്മൾ ഒഴിവാക്കി പോവുക. നമ്മളുടെ ഇവിടെ കുട്ടികൾ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇരുന്ന് കൈയടിച്ചാൽ അത് ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമേ കേൾക്കുകയുള്ളൂ, ആ പരിമിതി വെച്ച് കൈയടിച്ചില്ല എന്ന് മാത്രം. വളരെ ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മളുടെ യൂണിറ്റ് വളരെ നന്നായി ഭംഗിയായി. ഇപ്പോൾ ശാരദ ടീച്ചറിന്റെ നേതൃത്വത്തിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ സൗമ്യ ടീച്ചറിന്റെ, സുരേഷ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ വേണുമാഷ് പറഞ്ഞ പോലെ ഓരോ ദിവസവും വളരെ ഇമ്പ്രൂവ്മെന്റോടുകൂടി തന്നെ നമ്മളുടെ യൂണിറ്റ് പോകുന്നുണ്ട്. തുടർന്നും ഇങ്ങനെ ഊർജ്ജസ്വലരായി നല്ല കുട്ടികളായി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മലയാള പദ്യോച്ചരണത്തിനായി അശ്വതിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ടി. അബ്ദുൾ റഷീദിന്റെ എന്റെ ഗ്രാമം എന്ന കവിതയിലെ അനുവദികളാണ് ഞാൻ ഇവിടെ ആരംഭിക്കുന്നത്. മണ്ണിൽ വിരിയുന്ന പൂക്കൾ കാണുവാനെന്തു ഭംഗി, നിദ്രയുന്ന കിളികളെ കാണുവാൻ ഭംഗി, പാടങ്ങളും ഗ്രാമമാണെന്റെ ഗ്രാമം, റോഡില്ല വൈദ്യുതിയോല്ല മേഞ്ഞുള്ള കൂരകളും, നിദ്രയുണങ്ങു ഞാൻ നടന്നല്ലോ ആവച്ചു പമ്പിയുടെ മരമാസിന്റെ പെങ്ങളുണ്ടെന്ന് ഉഴുതുമിക്കുന്നൊരാണും എന്നെ മനസ്സെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോൾ നിരന്നു പിടിച്ചതും തുമ്പിച്ചതും കയറ്റതും ഓർമ്മതൻ ബാല്യകാലത്തിന്റെ സ്മരണതൻ പിടിച്ചതും ചെല്ലിൽ കളിച്ചതും മതനെ ബാല്യകാലത്തിന്റെ സ്മരണ തന്നെ. നന്ദി. ഹിന്ദി പദ്യചരണത്തിനായി ഹ്യൂമാനിറ്റീസിലെ ദേവികയെ ക്ഷണിക്കുന്നു. सबको नमस्कार। आज मैं जर्नी ऑफ लाइफ नामक कविता प्रस्तुत करने जा रही हूँ। पूछा जो मैंने एक दिन खुद से, अंदर मेरा ये कैसा शोर है। हंस मुझ पर फिर बोला, चाहत तेरी कुछ और थी पर रास्ता कुछ और है। रूह को संभालना था तुझे पर तेरा जोर खूबसूरत
रूह को संभालना था तुझे, पर सूरज संवारने पर तेरा जोर है। खुली आसमान, चांद तारे चाहते तेरे, पर बंद दरवाजों को सजाने पर तेरा जोर है। सपने देखते हो खुली फिजाओं के, पर बंद दरवाजों को रखने में तेरा जोर है। धन्यवाद। ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടെ മത്സര ഇനങ്ങൾ നടന്നതിന്റെ ഒരു ഫലപ്രഖ്യാപനം വേണു മാഷെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ? മാഷെ, ഞാന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ പറ്റുമോ വാട്സാപ്പില്? ടീച്ചറെ, മാഷ് ലീവായെന്ന് തോന്നുന്നു. മാഷ്ക്ക് വേറെ മീറ്റിംഗ് വല്ലതും ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് എന്റെ ഇതിൽ കാണണില്ല. അതെയോ? എന്നാ ആരാ ജോത്സ്ന മാഡത്തിന് ഇനിയിപ്പോ വാട്സാപ്പിൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ ടീച്ചറെ? അത് മതി ശാരദ ടീച്ചറെ. ടീച്ചർ അനൗൺസ് ചെയ്താൽ മതി. ഓക്കെ. ആദ്യമായി മലയാളം പദ്യം ചൊല്ലൽ കവിതാലാപനത്തില് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അയനയാണ്. അയനയ്ക്ക് കൺഗ്രാറ്റുലേഷൻസ്. അയനയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അയന സ്വീകരിച്ചുല്ലോ അല്ലേ? സെക്കൻഡ് മേരിയാണ്. മേരിയുടെ ഇത് മേരിക്ക് തന്നെയാണ് വായനാക്കുറിപ്പിലും സെക്കൻഡ് വന്നിരിക്കുന്നത്. മേരിക്ക് കൺഗ്രാറ്റുലേഷൻസ്. തേർഡ് വന്നിരിക്കുന്നത് അശ്വതിയാണ്. ബയോളജിയിലെ അശ്വതി. അശ്വതി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെ കഥ ആസ്വാദനം, നോവൽസ്, അതിന് ഫസ്റ്റ് വന്നിരിക്കുന്നത് അശ്വതിയാണ്. സെക്കൻഡ് അഗെയിൻ മേരിയാണ്. തേർഡ് ഹ്യൂമാനിറ്റീസിലെ മേരി, ഞാൻ നേരത്തെ സർട്ടിഫിക്കറ്റ് അതാണ് കാണിച്ചത് തോന്നുന്നു. പിന്നെ തേർഡ് വന്ന് ശില്പ ബയോളജി, ഷഹന കോമേഴ്സ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? കാണാം. ഷഹന, കൺഗ്രാറ്റ്സ്. താങ്ക് യു ടീച്ചർ. ശില്പയ്ക്കും കൺഗ്രാറ്റ്സ്. ശില്പയുടെ താങ്ക് യു ടീച്ചർ. ഓക്കെ. എല്ലാവരും സർട്ടിഫിക്കറ്റ്സ് സ്വീകരിച്ചുല്ലോ അല്ലേ? ഇനി
ഇനി മത്സരങ്ങളില്ലായിരുന്നു. മത്സരങ്ങളില്ലാതെ സിംഗിൾ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ദേവിക ഹിന്ദി പദ്യം, പിന്നെ ആരായിരുന്നു, നിരഞ്ജന ഇംഗ്ലീഷ്, അൽമാസ് ഇംഗ്ലീഷ് സ്റ്റോറി, ഇവർക്കെല്ലാം സർട്ടിഫിക്കറ്റ്സ് ഞാൻ ഗ്രൂപ്പിലൂടെ തരും. അവർക്കൊക്കെ അഭിനന്ദനങ്ങള്. നിരഞ്ജന ഹിന്ദി കഥ അല്ലെ, ഇത്രയും പേർക്കും അഭിനന്ദനങ്ങള് കേട്ടോ. അമൃത. അമൃത. റീഡിംഗ് ടിപ്സ് പകർന്നു തരുവാനായി ഗോവിന്ദനെയും ജോമറിനെയും ക്ഷണിക്കുന്നു. Good afternoon all. Step 1, annotate and highlight text. We students should highlight and underline valuable information as we read. Writing notes on the pages that we read helps us to stay focused and improves our comprehension. We can also write down questions as we read to receive more explanation on a new concept or to define new words. വാചകം വ്യാഖ്യാനിച്ച് ഹൈലൈറ്റ് ചെയ്യുക. മൂല്യവത്തായ വിവരങ്ങൾ വായിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യാനും അടിവരയിടാനും നമ്മൾ വിദ്യാർത്ഥികൾ പഠിക്കണം. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മനസ്സിലാക്കൽ മെച്ചപ്പെടുത്താനും ഇത് നമ്മെ സഹായിക്കുന്നു. നമ്മൾ വായിക്കുന്നവ കുറിപ്പുകളായി എഴുതുക. ഒരു പുതിയ ആശയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നേടുന്നതിനും ഒരു പുതിയ വാക്ക് പഠിക്കുന്നതിനും സാധിക്കും. Then step 2, personalize the content. We can increase our understanding by seeing how material connects with our lives. We can make personal connection with the text by writing them down on the page. We can comprehend the text by associating it with our current events. ഉള്ളടക്കം വ്യക്തമാക്കുക. ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് കാണുന്നതിലൂടെ നമുക്ക് നമ്മുടെ ധാരണകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. വാചകങ്ങൾ എഴുതിക്കൊണ്ട് നമ്മൾ അതിനോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കുക. നിലവിലുള്ള കാര്യങ്ങളുമായി ബന്ധം കാണാൻ സാധിക്കുന്നതിലൂടെ വായിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. Step 3, practice of problem solving skills. We need to blend real world problem solving skill into our curriculum. Writing down the solutions to the problems and discussing them as a group or class will improve the technique of problem solving. പ്രശ്നപരിഹാര കഴിവുകൾ പരിശീലിക്കുക. നമ്മുടെ വായനകൾ യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. പ്രശ്നപരിഹാര കഴിവുകൾ വളർത്തുക. നമ്മൾ വിദ്യാർത്ഥികൾ പ്രശ്നത്തിന് പരിഹാരങ്ങൾ എഴുതുകയും നമ്മുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക. Step 4, incorporating more senses. We can add in activities that reinforce learning and comprehension by using more senses as we read. We should always remember to read with a pencil or pen to annotate the text. We can also take turns to read out loud, using projectors to guide our lessons, and writing down the questions will be highly beneficial to the visual learners among us. കൂടുതൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. വായിക്കുമ്പോൾ കൂടുതൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വായിക്കാൻ ശ്രമിക്കുക. പഠനത്തെയും മനസ്സിലാക്കലിനെയും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വാചകം വ്യാഖ്യാനിച്ച് എഴുതാൻ ശ്രമിക്കുക. എന്ത് വായിക്കുമ്പോഴും ഉച്ചത്തിൽ വായിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. Step 5, setting reading goals. We need to set our own reading goals. This can help us to taking action in building our reading skills, and we as students will be more mindful of how we are improving. വായനാ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. നമ്മൾ ഓരോരുത്തരും അവരുടെ വായന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് വായനയോടുള്ള ഇഷ്ടം വളർത്തിയെടുക്കാം. Step 6, reading in portions. Long, complex reading can be more digestible by breaking it up into pieces. Shorter segments will help us retain to the
information as the class discusses the materials. It can also help us build our confidence in understanding a complex subject. ഭാഗങ്ങളാക്കി വായിക്കുക. ദൈർഘ്യമേറിയതും സങ്കീർണവുമായവ വിഭജിച്ച് ഭാഗങ്ങളാക്കുക. സങ്കീർണമായവ മനസ്സിലാക്കുന്നതിനും ആത്മവിശ്വാസം വളർത്താനും ഇത് നമ്മെ സഹായിക്കും. Then finally, step 7, self-guiding our reading. We process the reading materials and curriculum in different ways. As reading activities are implemented to help us learn complex materials, we will learn what works best for us individually. As more reading activities are implemented into the classroom coursework, we will be able to improve our vocabulary working skills. Then, thank you. Have a nice day. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ വായനാശീലം വളർത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം. മലയാള പുസ്തകാസ്വാദനത്തിനായി ഷഹനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. OV വിജയന്റെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം എന്ന വായനക്കുറിപ്പാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നോവൽ വളരെ രസകരവും വളരെ നല്ല കഥകളുമുള്ള നോവലാണ്. ആദ്യം തന്നെ ഈ നോവൽ എഴുതിയ OV വിജയനെ കുറിച്ച് പറയാം. 1930 ജനിച്ച OV വിജയൻ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, കാർട്ടൂണിസ്റ്റ്, രാഷ്ട്രീയ ചിന്തകൻ, പത്രപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ വെളിയൻചാത്തന്നൂർ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. കോളേജിൽ അധ്യാപകനായിരുന്നു. ധാരാളം കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 2005 മാർച്ച് 30 ഇദ്ദേഹം അന്തരിച്ചു. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സർഗസാഹിത്യ കൃതികളിൽ ഏറ്റവും ഉജ്ജ്വലം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു പ്രകാശഗോപുരമായി ഈ കൃതി നിൽക്കുന്നു. ഈ പുസ്തകം എന്നെ കരയിപ്പിച്ചിട്ടുമുണ്ട്, ചിരിപ്പിച്ചിട്ടുമുണ്ട്. ഇതിൽ സങ്കടങ്ങളും പരിഹാസങ്ങളുമുണ്ട്. ഇതിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് രവി എന്ന അന്യനാട്ടുകാരൻ. ഈ പുസ്തകത്തിലെ പ്രധാന പ്രത്യേകത അതിലെ ഭാഷയാണ്. മലയാളവും തമിഴും ഗ്രാമൻ ഭാഷയുമൊക്കെ കൂടിക്കലർന്നതാണ്. അതല്ലാതെ ഇതിൽ പല ഭാഷകളുമുണ്ട്. ഖസാക്കിൽ വിദ്യാലയങ്ങളുമില്ല, വിദ്യാഭ്യാസവുമില്ല. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് നീലി, മൈമൂന, മൊല്ലാക്ക, അപ്പുക്കിളി, അങ്ങനെ തുടങ്ങിയ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇതിലെ ഒരു കുട്ടി കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ നോവലിൽ എന്നെ കരയിപ്പിച്ച കഥയാണ് സന്ധ്യ. അതിൽ നീലിയുടെ മരണമായിരുന്നു. ഇതിൽ കുറെ പേർ മരിച്ചു പോയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രം ശിവരാമൻ നായരാണ്. കാരണം അദ്ദേഹം രവിയെ പറ്റി ഇല്ലാത്തത് പറയുമായിരുന്നു. ആദ്യം കൂട്ടുകാരനായിരുന്നു, പിന്നെ ചതിയനായി. രവി പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രവി എന്ന കഥാപാത്രത്തെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ക്ഷമ, ദയ, എല്ലാവരോടുമുള്ള ഒരേ പെരുമാറ്റം, വശ്യമായ സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പറഞ്ഞാലും തീരാത്തത്ര ചരിത്രമാണ് ഖസാക്കിൻ്റെത്. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴും ഈ നോവൽ മുഴുവനും ഒരു സിനിമ പോലെ എൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. ഉപാധികളില്ലാത്ത ചരിത്രമാണ്, ഇതിഹാസമാണ് ഖസാക്കിൻ്റെത്. നന്ദി. ഹിന്ദി പുസ്തകാസ്വാദനത്തിനായി നിരഞ്ജനയെ ക്ഷണിക്കുന്നു. नमस्कार। आज मैं सुकेश साहनी द्वारा लिखित लघु कथा ऑक्सीजन की समीक्षा के बारे में बात करने के लिए आपके सामने खड़ी हूँ। जैसे ही आप जानते हैं, सुकेश साहनी लघु कथा के क्षेत्र में एक प्रसिद्ध लेखक है। उन्होंने अपनी अधिकांश कहानियों में बड़ा से बड़ा लिखा है और समकालीन हिंदी की प्रमुख लघु कथाकार सुकेश साहनी द्वारा लिखित अनुताप पढ़ने के बाद मेरे मन में उनकी अन्य कहानियों को पढ़ने की आशा हुई है। उसी तरह की एक कहानी है ऑक्सीजन। इसकी ताकत के बारे में कहते हैं जो आप सबको दे सकते हैं, लेकिन अब हमारे जीवन को नेतृत्व करने के लिए तैयार नहीं है, अपने जीवन को नेतृत्व करने के लिए आश्वस्त नहीं है।
इस कहानी में एक व्यक्ति आशा के माध्यम से अपने दोस्त को ढेर की सारी खुशियों के साथ जीवन को वापस लेना चाहता है। वो अपने दोस्त को अपने जीवन के साथ आश्वस्त करना और उसकी संकट के समय समर्थ करना चाहता है और उसके ऊपर जाना चाहता है और अपने आबादों को अस्वीकार करते कि वह सोचकर और समझकर उसके मित्र के लिए मूल्यवान है और उसकी खुश करने के लिए सदा समय उसका समर्थन करने की कोशिश कर रहा है और उसके सुख के लिए परिश्रम कर रहा है। इसलिए मैं इस पुस्तक को पढ़ने की दृढ़ता से सलाह देता हूँ और हमेशा सभी के लिए मददगार बनी। इस पारंपरिक और इस अवस्था में हमको बताओ और हमको समझते हैं कि ऑक्सीजन का मूल्य, लेकिन यह सुके साहनी ऑक्सीजन शीर्षक कहानी पढ़ने से हम कह सकते हैं कि ऑक्सीजन केवल बौद्धिक रूप से ही नहीं, वो आंतरिक रूप से भी दे सकते हैं। धन्यवाद। അവസാനമായി ഇംഗ്ലീഷ് പുസ്തകാസ്വാദനത്തിന് അൽമാസിനെ ക്ഷണിക്കുന്നു. The book Wings of Fire, the autobiography of APJ Abdul Kalam, constitutes an extraordinary reading for all ages. There is something that everybody can extract from this book. In this book, the authors tell us the story of a young Muslim boy who has big dreams about his future and what inspires him to become an eminent scientist. This real story tells us the role of family, relatives, and friends in helping a person achieving his goals. Apart from the very indicative title, the chapters of the book are also touching orientation, creation, propitiation, and contemplation. Orientation contains 32 years of his early life, days as a child, going through adolescence and getting into rocketry. His description of the people who shaped his life, interviewing religion and education, is a charming part of the book that almost nobody would miss reading. Chapter 2, entitled Creation, describing the next 17 years till 1980, covers his struggle at ISRO, going from one engineer amongst many to the successful project director of SLV, bringing pride to the technological achievement of putting a satellite in the orbit. The next 10 years are set out in Chapter 3. These constitute the outstanding accomplishments at DRDL. The way he transformed the laboratory from one which had a weak heart with little confidence to one which felt a sense of strong self-esteem and could feel proud by contributing to develop missile system to the service is a remarkable saga. Thank you. നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്ന NSSന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഖ്യ നേതൃത്വം വഹിച്ചു വരുന്ന വളരെ ആത്മാർത്ഥതയോടെ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസർ ശാരദ ടീച്ചറെ നന്ദി പറയുവാൻ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ. ഏറ്റവും ആദരണീയരായ ഞങ്ങളുടെ ജോത്സ്ന ടീച്ചർ, ആദ്യം തന്നെ ഇത്രയും നേരം ബാക്കി എല്ലാം പറയുന്നതിന് മുമ്പ് ടീച്ചർക്ക് ഒരു പ്രത്യേകം ആത്മാർത്ഥമായിട്ടുള്ള മനസ്സെന്നുള്ള ഒരു നന്ദി പറയട്ടെ. ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മളുടെ കുട്ടികളുടെ എല്ലാ പ്രോഗ്രാംസും കണ്ട് ഒപ്പം നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. വളരെ ആദ്യം തന്നെ നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുന്നു. നമ്മളൊപ്പം ഒരുപാട് നേരമായി മാക്സിമം 1 മണിക്കൂറാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഒരുപാട് നേരമായി, അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വായനയുടെ പ്രാധാന്യവും അതിന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഓരോ പരിപാടിയിലും നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, എന്നോടൊപ്പം നിന്ന സൗമ്യ ടീച്ചർ, പിന്നെ PTA പ്രസിഡന്റ് നൗഫൽ സർ, പിന്നെ നമ്മുടെ PSC മെമ്പർ സാറ്
പോയി എന്ന് തോന്നുന്നു. സാറിന് വേറെയും ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും സാറും കുറെ നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. രേണു സാറിന്, പിന്നെ ഷംസു ഇക്ക, ആള് നമ്മളെ ക്ഷണം എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ ഷുഹൈബിന്റെ അച്ഛനും കൂടിയാണ്, പാരന്റും കൂടിയാണ്, പാരന്റ്സിന്റെ പ്രതിനിധിയായിട്ട് എത്തി. പിന്നെ എന്നോടൊപ്പം എല്ലാത്തിനും ഒപ്പമുള്ള എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഈ പരിപാടി വിജയിപ്പിച്ചത്. എല്ലാവരും, എല്ലാ വോളണ്ടിയേഴ്സും വളരെ നന്നായിട്ട് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, ഓരോരുത്തരുടെ പേരിലും NSSന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനസ്സ് നന്നാവട്ടെ. ടീച്ചറെ, നമുക്കിന്ന് ഒഫീഷ്യലായിട്ട് വൈൻഡപ്പ് ചെയ്യാല്ലേ? ചെയ്യാം ശാരദേ. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, എന്നാ താങ്ക് യു ഓൾ. എല്ലാവർക്കും കൂടി എല്ലാവരും കട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.